അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും അങ്ങനെയുള്ള ടെർമേറ്റ് ഉള്ള അല്ലെങ്കിൽ അതിനുള്ള സാധ്യതയുള്ള മണ്ണാണെന്നുണ്ടെങ്കിൽ ഇതിന് ശരിക്കും ചെതലിന് മാത്രമല്ല കേട്ടോ, ഒരുവിധമുള്ള നമുക്ക് ലിസാർഡ് പോലുള്ള സാധനങ്ങൾ, ഉറുമ്പ്, ഈ കാര്യങ്ങളെല്ലാം ഇതിൽ നിന്ന് നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് പറ്റും. എന്റെ പൊന്നെ എനിക്ക് വയ്യ കണ്ടോണ്ട് അല്ല എന്റെ ഉള്ള ഫ്ലൈ ഔട്ട് മനുഷ്യന് ഏറ്റവും ഭയമുള്ളൊരു ജീവിയാണ് ശരിക്കും പാമ്പ്. നിങ്ങളെ പാമ്പിനെ കാണുന്നത് വളരെ റെയർ ആയിരിക്കും. പിന്നെ പ്രധാനപ്പെട്ട സാധനം പറയാനുള്ളത് നമ്മുടെ അണ്ണൻ കൊതുക് തിരി വെച്ച് ഒഴിവാക്കാനും ശ്രമിക്കരുത്. പെസ്റ്റ് കൺട്രോളിങ് അല്ലേ, ചെതലിൽ നിന്ന് എങ്ങനെ നമ്മുടെ വീടുകളെ സംരക്ഷിക്കാം. പാമ്പിൽ നിന്ന് പാമ്പ്, ചെതല്, പാമ്പിന്റെ ഒരു ഐറ്റം പുള്ളി എടുത്തുണ്ട് കേട്ടോ. പരിസരത്ത് വരൂല പാമ്പ്, മനുഷ്യപ്പാമ്പും വരൂല. വേറെ കാര്യമുണ്ട്, അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പാമ്പിനോട് ചെയ്യുന്നൊരു ദ്രോഹം. അത് ചെയ്യാൻ പാടില്ല. അത് നിങ്ങൾക്ക് ആ വീഡിയോ ചെയ്തതിന് ശേഷമല്ലേ മനസ്സിലായത്? അത് വെച്ചാൽ പാമ്പ് വരാതിരിക്കത്തൊന്നുമില്ല, പിന്നെ ടെൻഷൻ ഉണ്ടല്ലോ. അത് പറയാം, അതിനെ വിശദീകരിച്ച് പറയാം. നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് നിങ്ങൾ തുടങ്ങ്. വെൽക്കം ടു അവർ പോഡ്കാസ്റ്റ് ചാനൽ ആർക്കിഫൈ ടോക്സ്. ഗെറ്റ് ആർക്കിഫൈഡ്. ഈ ചെതൽ എന്ന് പറയുന്ന സാധനം എല്ലാ കാലത്തും മനുഷ്യന്റെ ശത്രുവാണ്. എല്ലാ കാലത്തും അല്ലേ? ടെർമൈറ്റ്സ് അല്ലേ? തിന്നാത്ത തടിയില്ല. ഒരു കാലത്ത് തേക്കിൻ്റെ തടി കൊണ്ട പോസ്റ്റ് ഉണ്ടാക്കി ടെർമേറ്റ് തിന്നുകയെന്ന് പറഞ്ഞ്, പിന്നെ ടെർമേറ്റ് മുഴുവൻ അതിനാലായിരുന്നു. ഭയങ്കര ടേസ്റ്റുള്ള സാധനം. ഭയങ്കര അതെ ടേസ്റ്റാണ്. അതിനകത്ത് ഓയിൽ കണ്ടന്റ് ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഓയിൽ കണ്ടന്റ് ഉള്ളതിനകത്ത് അറ്റാക്ക് കുറവല്ലേ? എങ്ങനെയാന്ന് വെച്ചാലേ ചെതിൽ കേറാത്ത സാധനം ഇല്ല. പക്ഷേ ഇതിനകത്തോട്ട് ഇതിന്റെ പെനട്രേഷൻ പവർ കുറയും, അത്രേ ഉള്ളൂ. ഇത് തിന്നാതിരിക്കത്തൊന്നുമില്ല, അത്ര തന്നെയാണ്. ഇതുകൊണ്ടാണ് തടിയെന്ന് ഉപയോഗിക്കരുതെന്ന് പറയുന്നത്. മനസ്സിലായോ? തടി എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് അതിനകത്തൊരു പിടുത്തം ഓയിൽ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് മാർഗങ്ങളടക്കല് വരാതിരിക്കാനുള്ളത്. പണ്ടത്തെ വീട്ടില് എനിക്ക് തോന്നി പണ്ട് ഇത് ഭയങ്കര ഇഷ്യൂ ആയിരുന്നു. ഇപ്പോഴത്തെ വീടുകളൊന്നും അത്രക്ക് ഹെവി ഇഷ്യൂസ് ഇല്ല. ടെർമേറ്റ് പ്രൂഫിങ് ചെയ്തില്ലെന്നുണ്ടെ വിഷ്യൂസിൽ നിങ്ങൾ പറയല്ലേ. കാര്യം എന്താണെന്ന് വെച്ചാൽ ടെർമേറ്റ് മരുന്ന് ചെയ്യാത്ത വീടുകളിലൊക്കെ ടെർമേറ്റ് അഫക്റ്റഡ് ആയിട്ടുള്ള സ്ഥലമാണെങ്കിൽ 100% അത് ഉള്ളിൽ അത് ഡിപ്പെൻഡ്സ് ഓൺ നമ്മുടെ ഏരിയ അനുസരിച്ച്. ഇപ്പൊ പലരും പറയുന്നു ഇന്ന കട്ട വെച്ച് ചെയ്താൽ ടെർമേറ്റ് കയറുമെന്നൊക്കെ. കട്ടയൊന്നുമല്ല, അവിടുത്തെ മണ്ണിനാണ് അതിനകത്ത്. അതെ, ഈ മെയിനായിട്ട് അട്രാക്ട് ചെയ്യുന്നത് മണ്ണാണ്. മണ്ണ് വഴിയാണ് ഈ തടിയിലേക്കും മറ്റുള്ള കാര്യങ്ങളിലേക്കും തീർച്ചയായിട്ടും. പ്രധാനമായിട്ട് സുനീറ ലാറ്ററൈറ്റ് മണ്ണ്. കൂടിയാണെങ്കിൽ പിന്നെ സുഖമാണ്. അല്ല, ഈ ഒരു മണ്ണ് എവിടെയെങ്കിലും ഇട്ടിരുന്നാൽ തന്നെ അവിടെ ഡെവലപ്പ് ആവും. എങ്ങനെ ഡെവലപ്പ് ആവും, എവിടുന്ന് വരുന്നു അറിയത്തില്ല. കോളനീസ് ആണ്. അതെ, നല്ല കോളനീസാ. ചെതലിനെ സംബന്ധിച്ചിടത്തോളം നമ്മളിങ്ങനെ കുഴിച്ചു പോയി കഴിഞ്ഞാൽ അതൊരു പ്രത്യേക ഒരു സിസ്റ്റമാണ്. സോഷ്യൽ മീഡിയയിലൊക്കെ വീഡിയോ കാണാറില്ല, അതിനകത്ത് ഉരുക്കി ഒഴിച്ചിട്ട് എന്ന് പറഞ്ഞാൽ. അല്ല, ഞാൻ ആലോചിക്കാറുണ്ട് ഈ രാത്രിയിൽ വൈകുന്നേരം ആകുമ്പോൾ ചിലപ്പോൾ ഈ മഴയുള്ള ദിവസങ്ങളിൽ ഇത് ആർത്ത് പൊങ്ങുന്നുണ്ടെങ്കിൽ അതിശയം തോന്നും. എവിടുന്ന് വരുന്നു എന്ന് പറഞ്ഞാല് ഇത് എവിടുന്ന് വരുന്നെന്ന് ആലോചിക്കുക. അതാണല്ലോ ടെർമേറ്റ്, അതിന്റെ ആദ്യ രൂപമാണ് അത്. അപ്പൊ ഈയലായി മാറുന്നത്. അതെ, അപ്പൊ അത് അങ്ങനെയുള്ള ഒരു കാറ്റഗറിയിൽപ്പെട്ടൊരു വസ്തുവാണിത്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും അങ്ങനെയുള്ള ടെർമേറ്റ് ഉള്ള അല്ലെങ്കിൽ അതിനുള്ള സാധ്യതയുള്ള മണ്ണാണെന്നുണ്ടെങ്കിൽ നോക്കിക്കോ. ഞങ്ങളുടെ വീടിന്റെ അവിടെ വെട്ടിയിട്ടതൊരു പന, ചെറിയ പന വെട്ടിയിട്ടു. പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല, ഒറ്റ മാസം കൊണ്ട് പനയുടെ അസ്ഥികൂടം പോലും ഇല്ലാത്ത രൂപമാർ തീർത്ത് കളഞ്ഞ്. അത്രയും നല്ല ടെർമേറ്റുള്ള മണ്ണായിരുന്നു നമ്മുടെ യുവമാരില്ലേ, മറ്റേ ഇൻസ്റ്റയിലൊക്കെ വീഡിയോ ചെയ്യുന്ന എന്താണ് ആ ഒരു ചാനലിന്റെ പേര് എനിക്ക് മറന്നു. ഈ ജീവികളൊക്കെ ആയിട്ട് അവന്മാരിപ്പോ ഈ ചെതലിന് വെച്ചിട്ടൊരു പരിപാടി ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് രണ്ടുപേര് ചെതലായിട്ട് നിന്നിട്ടേ മറ്റോ പറഞ്ഞിട്ട് തന്നെ തടിയിൽ പിടിക്കുമ്പോഴത്തേക്ക് നീ സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന് നോക്കാൻ. ഡോക്യുമെന്റോ സർട്ടിഫിക്കറ്റോ വില കൂടിയത് ആദ്യം തിന്നാന്ന്. ഇതിന്റെ ഒരു സ്വഭാവമാണ്. അതെ, സത്യം. അല്ല, ടെർമേറ്റ് എന്ന് പറയുമ്പോൾ നമ്മളത് പറയണ്ട. ടെർമേറ്റിന്റെ കാര്യം പറയുമ്പോൾ ടെർമേറ്റ് നശിപ്പിക്കാത്ത തടിയില്ല, അത് നശിപ്പിക്കാത്ത പ്ലൈവുഡ് ഇല്ല, അത് നശിപ്പിക്കാത്ത പേപ്പേഴ്സ് ഇല്ല, ഡോക്യുമെന്റ്സ് ഇല്ല. എല്ലാ സാധനവും ഇവൻ തീർക്കും. പ്ലാസ്റ്റിക് ഇവൻ തൊടുകയല്ലേ, പ്ലാസ്റ്റിക്കിനകത്ത് അറ്റാക്ക്. അതുകൊണ്ടാണ് നമ്മൾ ഈ PVC ബോർഡും WPC ബോർഡൊക്കെ ടെർമേറ്റ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ നമ്മൾ വീട് ചെയ്യുന്ന സമയത്ത് ഒരു കാരണവശാലും നമ്മൾ ഇങ്ങനെയുള്ള ബോർഡുകൾ കൊണ്ടല്ല ഇതിനെ റെസിസ്റ്റ് ചെയ്യേണ്ടത്. നമ്മുടെ മണ്ണ് ഫലവത്തായിട്ട് ഇതുപോലെ ട്രീറ്റ്മെന്റ് ചെയ്യാന്നുള്ളതാണ്. അതായത് ചെതല് കേറാതെ നോക്കുക എന്നുള്ളതാണ്. ഇനി ഇൻ കേസ് കേറിയാല് പ്രൊട്ടക്ട് ചെയ്യുന്ന സാധനങ്ങളാണ് നമ്മൾ പറഞ്ഞ PVC ബോർഡുകൾ, WPC അങ്ങനെയുള്ള സാധനങ്ങൾ. പക്ഷെ എങ്ങനെ ഇതിനെ നമുക്ക് അതിൽ നിന്ന് നമ്മുടെ ഏരിയയിലേക്ക് തന്നെ വരാതെ എങ്ങനെ നോക്കാമെന്നുള്ളതാണ്. അതിന് നിലവിൽ നമുക്ക് പല തരത്തിലുള്ള ട്രീറ്റ്മെന്റുകളുണ്ട് അല്ലേ?
അപ്പം അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ പൈപ്പിംഗ് മെത്തേഡ്. അതായത് പുതുതായിട്ടുള്ളൊരു വീട് ചെയ്യുന്ന സമയത്ത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. റീസെന്റ് ആയിട്ടാണ് എനിക്ക് പൈപ്പിംഗ് മെത്തേഡ് വന്നത്. റീസെന്റ് അല്ല, 2 കൊല്ലമായി. അതിനൊപ്പം കൂടുതലായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് ഒരു ഫൗണ്ടേഷനിൽ മണ്ണിടുന്നത് പല സ്ഥലങ്ങളിൽ ഒരടി ഗ്യാപ്പോ അല്ലെങ്കിൽ 2 അടി ഗ്യാപ്പോ ഇട്ട് കുഴി പിടിച്ചിട്ട് അതിനകത്ത് ഫില്ല് ചെയ്യുക. അതെ അതെ, ഈ ടാറ്റയുടെ ഒക്കെ ടെർമൈറ്റ് പ്രൂഫ് പോലുള്ള ചെറിയ കെമിക്കൽസ് കിട്ടും. അത് ഡയലൂട്ട് ചെയ്തതിന് ശേഷം ഈ പിറ്റുകളിലേക്ക് ഒഴിച്ചിട്ടാണ് നമ്മൾ ബാക്ക് ഫിൽ ചെയ്ത് കോൺക്രീറ്റ് ചെയ്യുന്നത്. ആ ഒരു ടൈമിൽ ഇപ്പോൾ പല കമ്പനികളും ചെയ്യുന്നുണ്ട്. പൈപ്പിങ്ങിലൂടെ തന്നെ നമുക്ക് ഔട്ട് സൈഡിൽ അതിൻ്റെ ഒരു വാൾവ് കൊടുത്തതിന് ശേഷം റീഫിൽ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലേക്ക്, അതായത് വർഷങ്ങൾ കഴിഞ്ഞാലും ഇതൊരു ഈ കെമിക്കൽ ഒരു എഫക്റ്റ് ആ ഒരു ലൈഫ് കഴിയുമ്പോഴത്തേക്ക് അത് വീണ്ടും വരാനുള്ള ഒരു സാധ്യത ഉണ്ട്. ആ സമയത്ത് വീണ്ടും നമുക്കൊരു പുതിയ വീട് കുത്തിപ്പൊളിച്ച് ചെയ്യുക എന്നുള്ളത് പോസിബിൾ അല്ല. അപ്പോൾ ആ സമയത്ത് പൈപ്പ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു അജയുടെ വീടൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതെ, നമ്മുടെ അഭിലാഷ് ക്യാൻ ക്ലീൻ ആൻഡ് നീറ്റ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ വീട്ടിൽ ചെയ്ത അഭിലാഷിൻ്റെ ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം അവിടെ ചെയ്തപ്പോഴത്തേക്ക് നമ്മൾ ചെയ്തത് ഫസ്റ്റ് അഭിലാഷിൻ്റെ ഒരു വീഡിയോ തന്നെ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഞാൻ തൃശ്ശൂർ പോയി ഒരു 4 കെട്ടിലകത്ത് ഇത് വിശദമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം അത് കണ്ടിട്ട് അട്രാക്റ്റഡ് ആയിട്ടാണ് ഞാൻ ഈ പറഞ്ഞ സാധനം നമ്മുടെ വീട്ടിൽ ചെയ്യുന്നത്. സാധാരണ നമ്മൾ പറഞ്ഞ പോലെ കുഴിച്ച് ചെയ്യുന്നതിന് 10 രൂപയുള്ളൂ സ്ക്വയർ ഫീറ്റിന്. ഇത് 30 രൂപ വില വരുന്നത്, പൈപ്പിൻ്റെ കോസ്റ്റ് വില. പക്ഷേ ഞാൻ 100% ഒരു വീട്ടിൽ മസ്റ്റായിട്ട് 2 സാധനങ്ങൾ ചെയ്തിരിക്കണം. ഫ്ലാറ്റ് റൂഫ് ആണെങ്കിൽ നമ്മുടെ വാട്ടർ പ്രൂഫിങ്ങും, ഇനി അതല്ല ഈ പറഞ്ഞ ടെർമേറ്റ് ഉള്ള അറ്റാക്ക് വരുന്നൊരു മേഖലയാണെങ്കിൽ ഈ പറഞ്ഞ മെത്തേഡും. കാര്യം പൈപ്പ് എന്ന് പറഞ്ഞാൽ സ്പോഞ്ച് പൈപ്പാണ്, അറിയാലോ, എനിക്കറിയാലോ. അതായത് വെള്ളം ഇഞ്ചക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇതിനകത്തൂടെ വെള്ളം കടന്ന് ഇതിൻ്റെ ശരീരത്തിലുള്ള പോറസ് ഏരിയയിൽ നിന്ന് വെള്ളം പോകുന്ന വഴിയൊക്കെ ഇതിങ്ങനെ സ്പ്രെഡ് ആവും. അപ്പോൾ വഴിയിൽ മുഴുവൻ വീഴുക. സംശയമുള്ളൊരു കാര്യം, ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഈ കെമിക്കലാണല്ലോ ഹൈലി പോയിസണസ് ആയിട്ടുള്ളൊരു സാധനം. ഇത് കിണറുകളിലോട്ട് നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള ചെടികളിലോട്ടൊക്കെ വലിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല, ഇത് ശരിക്കും പറഞ്ഞാൽ അവർ 1 മീറ്ററൊക്കെ ഇത് പറയുന്നുള്ളൂ. അത്രേ അകത്ത് വെച്ച് സ്പ്രെഡ് ആവുന്നില്ല. എല്ലാവരുടെയും സംശയമാണ് കിണറ്റിലോട്ട് പോവോ ചെടികളിലേക്ക്, അതൊന്നും ഉണ്ടാവില്ല. അത്രേ ഏരിയ ആ തറ തീരുമ്പോഴത്തേക്ക് ഇവനത് കട്ട് ചെയ്യുക ചെയ്യുന്നത്. തറ തീരുന്നിടത്ത് വെച്ച് ചെതലിനെ കട്ട് ചെയ്യുക എന്നുള്ളൊരു കോൺസെപ്റ്റാണ് ഇതുകൊണ്ട് ചെയ്യുന്നത്. 50 വർഷം ലൈഫാണ് അവർ പറയുന്നത്. ഇതിന് ശരിക്കും ചെതലിന് മാത്രമല്ല കേട്ടോ, ഒരുവിധമുള്ള നമുക്ക് ലിസാർഡ് പോലുള്ള സാധനങ്ങൾ, ഉറുമ്പ്, ഈ കാര്യങ്ങളെല്ലാം ഇതിൽ നിന്ന് നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് പറ്റും. ഈ പല്ലി ഭയങ്കര ശല്യമാണ്. ഒരെണ്ണം കേറിപ്പോയാൽ കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. പല്ലി, പാറ്റ നടപടിയില്ല. പിന്നെ അത് കോളനി സൃഷ്ടിക്കുക ചെയ്യുന്നത്. പല്ലിയുടെ കേസിൽ പല മരുന്ന്, എനിക്കതിനെ കൊല്ലാനൊക്കെ മനസ്സുകൊണ്ട് പറ്റത്തില്ലാത്തതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ മരുന്നൊന്നും വെക്കാത്തത്. അയ്യോ, സോഷ്യൽ മീഡിയയിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ടിട്ടുള്ള വീഡിയോസുകളിൽ ഒന്നാണ് എങ്ങനെ പല്ലിയെ തുരത്താം. മിനിറ്റുകൾക്കുള്ളിൽ പല്ലിയെ തുരത്താം. കുറെ പച്ചമരുന്നുകളുടെ ഗിഡിപിടി സാധനങ്ങളൊക്കെ അതിനകത്തുണ്ട്. നമ്മുടെ ഒരു സുഹൃത്തുണ്ട് കേട്ടാ, ഈ ഓക്കെ ലത്തീഫ് എന്ന് പറഞ്ഞിട്ട്, കോമൺ ബേബി എന്നാണ് അയാളുടെ ചാനലിന്റെ. അയാൾ ഇതിന്റെ ഒരു ഉസ്താദാണ് കേട്ടാ. ഇതുപോലുള്ള ഗിഡിപിടി സാധനങ്ങൾ, അതെ, ഗിഡിപിടി സാധനങ്ങളുടെ ഉസ്താദാണ്. പക്ഷെ ഈച്ച സെറ്റാക്കി തന്നോ പുള്ളിയുടെ വീട്ടിൽ വന്നിട്ട് അത്തിമരത്തിന്റെ വീഡിയോ ഒക്കെ ചെയ്ത ആളാണ്. അറിയാത്ത 1 മില്യൺ പോയി. കാട്ടത്തി ഇല്ലേ, പുള്ളി അയാളോട് അത് കറി വെക്കാന്ന് പറഞ്ഞു. കാട്ടത്തി കറി വെച്ചവരൊക്കെ ജീവിച്ചിരിപ്പുണ്ടോന്ന് എനിക്കറിയില്ല. അല്ല, ഈ പല്ലി ഓടിക്കാനെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഈ ഈച്ച ഓടിക്കാനുള്ള ഒരു പരിപാടി ഞാൻ പറഞ്ഞുതരാം. അതെ, മറ്റേ സ്റ്റിക്കർ, ഫ്ലൈ ഔട്ട് സ്റ്റിക്കർ അല്ല, സ്റ്റിക്കർ എന്റെ പൊന്നെ എനിക്ക് വയ്യ കണ്ടോണ്ട്. അല്ല, എന്റെ കയ്യിലുള്ള ഫ്ലൈ ഔട്ട് എന്ന് പറഞ്ഞാൽ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇതില്ലേ തുളസി, കർപ്പൂരം, ഇതിൻ്റെയൊക്കെ ഒരു മിക്സാ. അതൊരു പൊടിയായിട്ടാണ് വരിക. ഇത് വെള്ളത്തിൽ ചാലിച്ചിട്ട് കഴിഞ്ഞാൽ യുവന്മാർ വന്നിട്ട് ഇതിനകത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അവിടെ കണ്ണ് വട്ടം കറങ്ങി ബോധം കിട്ടി വീഴും. നമുക്ക് ഒരു ലോഡ് ഈച്ച കിട്ടും. വെളിയിൽ കൂടെ ചാവില്ല. അല്ല, ചാവില്ലടോ, ചത്താലോ. നമുക്ക് കൊതുകിനെ പിടിക്കുന്ന ഒരു മെഷീൻ ഉണ്ടായിരുന്നു. അല്ല, ഇത് മെഷീൻ അല്ല, ഈ പറഞ്ഞ സാധനം. പക്ഷെ ഇത് കിട്ടില്ലാനായിട്ട് വരുന്നത്. വീട്ടിൽ കയറിത്താമസം കഴിഞ്ഞ് ഈച്ചയുടെ ഏറുങ്കളിയായിരുന്നു. ഇങ്ങനെ ചെയ്തിട്ടാണ് അത് പുറത്തു പോയത്. അറിയോ, ഇങ്ങനെ ചെയ്താൽ പുറകെ പോയത്. പിന്നെ നിങ്ങൾ പറഞ്ഞ അതെനിക്ക് പറ്റത്തില്ല. അത് കണ്ടു കഴിയുമ്പോൾ നമുക്ക് അയ്യേ വല്ലാത്തൊരു വൃത്തികേട് ഫീൽ ചെയ്യും. അതുകൊണ്ട് അത് ഞാൻ ചെയ്യാറില്ല. തോമച്ചറ്റല്ല. പുള്ളി പാമ്പിന്റെ ഒരു സാധനം ഉണ്ടായിരുന്നു. പാമ്പ്
ഇനി പാമ്പിനെ പേടിക്കണ്ട. പെസ്റ്റ് കൺട്രോൾ ആട്ടോ, അത് പിന്നെ ചേർത്ത് വെറുതെ പറയുന്നത്, അത് ഇതിനകത്ത് ആവശ്യമുള്ള സാധനമാണ്. ഓക്കെ അല്ലേ? പെസ്റ്റ് കൺട്രോൾ പാമ്പിന് ഞാൻ എന്നാ നിങ്ങൾ കേൾക്കട്ടെ എന്നാ ഞാൻ ചെയ്തത്? നിങ്ങൾ വെളുത്തുള്ളി അരച്ചു വീത്തുകയോ? അതല്ല ഞാൻ ചെയ്തത് ലാഫ്തലിനായിരുന്നു. ഇയാളത് കണ്ടൊന്നും ഇല്ലെന്നേ. ഇയാള് കമന്റ് വായിച്ചു വെറുതെ അടഞ്ഞു പോയി. സന്തോഷം കമന്റ് വായിച്ചു. അതായത് നമ്മുടെ നാഫ്തലിൻ ഒരു പൗഡറാണിത്. നാഫ്തലിൻ പൗഡറാണ്. ഈ നാഫ്തലിൻ പൗഡർ കലക്കി നമ്മുടെ ചുറ്റും ഒഴിച്ചു കഴിഞ്ഞാൽ പാമ്പിന് ഇതിനെ സെൻസ് ചെയ്യാൻ പറ്റും. നാഫ്തലിൻ ഇത് സെൻസ് ചെയ്യും. അങ്ങനെ ഇത് അടുത്ത് വരില്ല. അതാണ് എൻ്റെ സംഗതി. പക്ഷേ അടുത്ത മഴയത്ത് ഇത് പോകും. വീണ്ടും വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഈ പൊടി വിതറണം. അതാണ് സാധനം. അതൊരു ടെമ്പററി സാധനം മാത്രമാണ്, ഒരു കോമൺ സാധനം മാത്രമാണ്. അല്ലാതെ ഇത് ചെയ്തുകൊണ്ട് പാമ്പൊന്നും വരാതിരിക്കത്തില്ല. അതിഥിയാണ്. പിന്നെ മറ്റൊരു കാര്യം, വേറൊരു കാര്യമുണ്ട്. പലരും ഈ പാമ്പ് വരാതിരിക്കാനായിട്ട് ഈ മണ്ണെണ്ണ മിശ്രിതം കലക്കി ഇതിന് ദേഹത്തൊഴിക്കും. ഭയങ്കര ക്രൂരമായിട്ടുള്ള പരിപാടിയാണ്. ഭയങ്കര ക്രൂരം. ഇത് മണ്ണെണ്ണ വീണ് കഴിഞ്ഞാൽ ഇതിന് പറ്റില്ല, പൊള്ളും, പാമ്പ് പൊള്ളും. അങ്ങനെയുള്ള ഇതൊക്കെ ചെയ്യാതെ ഇതുപോലെ ചെയ്താൽ പിന്നെ വരാതിരിക്കുന്നുള്ളൂ. പിന്നെ വേറെ കാര്യം, പാമ്പ് വരാതിരിക്കാൻ നിങ്ങൾ ഇതൊന്നും ചെയ്യരുത്. ചെയ്യേണ്ട എന്താണെന്ന് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ചെയ്യേണ്ടത് ഇത് വേസ്റ്റ്, ഫുഡ് വേസ്റ്റ്, പിന്നെ നമ്മുടെ ഭിത്തി പോടുള്ള മാട്ടകളുണ്ടല്ലോ, മാട്ടകൾ എന്നല്ല എവിടെയും പറയാം, പോടുള്ള സ്ഥലത്ത് ഇത് നിരന്തരം വരും. കാര്യം ഇതിന് മനുഷ്യന് ഏറ്റവും ഭയമുള്ളൊരു ജീവിയാണ് ശരിക്കും പാമ്പ്. നിങ്ങളെ പാമ്പിനെ കാണുന്നത് വളരെ റെയറായിരിക്കും. കാര്യം നമ്മുടെ കാൽപാദത്തിൻ്റെ സൗണ്ടും നമ്മുടെ ശരീരത്തിൻ്റെ ഹീറ്റും സെൻസ് ചെയ്യുന്ന ഒരു വലിയ ജീവിയാണ് ഇത്. ഇവ മുങ്ങിക്കളയും. പക്ഷേ പാമ്പ് മനുഷ്യന് ഏറ്റവും ഗുണമുള്ള ഒരു സാധനമാണ്. പാമ്പ് വർഗ്ഗം ഭൂമിയിൽ ഇല്ലെങ്കിൽ മനുഷ്യന് ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്നാണ് പറയുന്നത്. അത് ചേരയല്ലേ നിങ്ങൾ ഉദ്ദേശിക്കണേ? അല്ലല്ല, മൊത്തത്തിൽ ഉരകവർഗ്ഗത്തിനെ അങ്ങനെ പറയുന്നത്. അതും ഓക്കെ, അത് വേറൊരു തലത്തിൽ. പക്ഷേ ഒരുപാട് ജീവികളെ നമുക്ക് ഹാനികരമായിട്ടുള്ള ഒരുപാട് ജീവികൾ പാമ്പിന്റെ ഭക്ഷണമാണ്. അതെ വാസ്തവം. എലി അങ്ങനെയുള്ള കാര്യങ്ങൾ. കൃഷിക്കാരൻ്റെ കൃഷിമിത്ര, അടുത്ത കൃഷിമിത്ര പറയല്ലേ. ലോക്ക്ഡൌണിന് ഞാൻ 2 ചക്ക കൊണ്ട് കൊടുത്തിട്ടാണ് ഇയാള് ഒരാഴ്ച പാരിപ്പള്ളിയിൽ ഇയാളുടെ ഒരു സുഹൃത്തിനാണ് മറ്റേ പഴം മേടിക്കാൻ പോയി പോലീസ് അറിയില്ലേ, മറ്റേ പോലീസ് ഒരുപാട് ചരിത്രങ്ങളാണ്. 5 ഗുളികയുടെ പേര് പറഞ്ഞാൽ വന്നപ്പോഴത്തേക്കും വിക്സ് മുട്ടായുടെ കാര്യമൊക്കെ വിക്സ് മുട്ടായി, പിന്നെ ആവി വലിക്കുന്ന ഗുളിക അല്ലേ, ജെലൂസലേം എന്നൊക്കെ പറഞ്ഞല്ലേ. അപ്പോൾ വ്യതിചലിച്ചു. പിന്നെ പാമ്പിൻ്റെ കേസ് അങ്ങനെയാണ്. പക്ഷേ പെസ്റ്റ് കൺട്രോൾ എനിക്ക് തോന്നുന്നു പാമ്പിനേക്കാളൊക്കെ നമുക്കൊന്നും ചെയ്യാനില്ല. അങ്ങനെയുള്ള മാട്ടകളൊക്കെ ഉണ്ട് അടയ്ക്കുക, അങ്ങനെയുള്ള ഹോളുകൾ അടയ്ക്കുക എന്നൊക്കെ ഉള്ളൂ. അവിടെ പിന്നെ നമ്മുടെ പരിസരം വൃത്തിയായിട്ട് സൂക്ഷിക്കുക എന്നുള്ളതേ ഉള്ളൂ, നിവൃത്തിയുള്ളൂ. പക്ഷേ ടെർമേറ്റിൻ്റെ കേസിൽ നമ്മൾ ഈ പറഞ്ഞ 2 വഴിയല്ലാതെ വേറൊരു മാർഗ്ഗമില്ല. പാമ്പിനേക്കാളൊക്കെ ഏറ്റവും നമുക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന സാധനം ടെർമേറ്റ്, സംശയമില്ല. ഇത് പലപ്പോഴും നമ്മുടെ ബിൽഡിങ്ങുകളിലെ കൂടുതലായിട്ട് കാണുന്നത് നമ്മുടെ ഡോറിന്റെ സൈഡുകളിൽ നിന്നാണ്, അവിടുത്തെ ഹോൾസിൽ. അതുപോലെ സ്വിച്ച് ബോർഡ്സിനകത്ത് ഇപ്പോഴും അല്ല, നിങ്ങൾ പറഞ്ഞ സ്വിച്ച് ബോർഡ്സിനകത്തെന്ന് പറയുമല്ലോ, ഈ ടെർമേറ്റ് വിസിബിൾ ആവുന്ന ഏറ്റവും അവസാനമാണ്. അതെ, തിന്ന് തീർത്താ വരിക. അത് അത്ര തന്നെ ഉള്ളൂ. ലാസ്റ്റ് ഇത് കാണുള്ളൂ. നമ്മളിത് കണ്ടുപിടിക്കുമ്പോഴേക്കും ഇതിനകത്ത് ഈ സാധനങ്ങളൊന്നും ഉണ്ടാവില്ല. മറ്റൊരു സംഗതി ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളത്, നമ്മൾ ഈ എപ്പോക്സി ഫില്ല് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, നമ്മൾ ടൈലിടുന്ന സമയത്ത് സ്കേർട്ടിങ് വെക്കുന്ന ആ ഒരു എൻഡ് പലപ്പോഴും കോൺക്രീറ്റിൽ ഫില്ലായിരിക്കില്ല. മീൻസ് അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടാവും. ആ ഗ്യാപ്പ് സ്കേർട്ടിങ് വെക്കുന്നത് കൊണ്ട് തന്നെ അത് ഫില്ല് ചെയ്യാണ്ട് ഇവർ ജസ്റ്റ് അവിടെ ടൈൽസ്, കാര്യം ഓൾറെഡി ഗ്യാപ്പ് ഫില്ലാവുമല്ലോ, അതുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ചെയ്തു പോകുന്നതാണ് വർക്കേഴ്സ്. അത് മസ്റ്റായിട്ട് ടൈൽ ചെയ്യുന്ന ആൾക്കാർ ആ സമയത്ത് ആ ഒരു എൻഡ് ഗ്രൗട്ട് വെച്ചിട്ട് ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ എപ്പോക്സ് ചെയ്ത് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡോറിൻ്റെ സൈഡിൽ കൂടെ ഈ വരുന്നത് നമുക്ക് ഉണ്ടെങ്കിൽ ഒഴിവാക്കാൻ പറ്റും. അത് കറക്റ്റ് സാധനം. അത് പലപ്പോഴും അത് നമ്മൾ ശ്രദ്ധിക്കാറില്ല. ഇവരെ സംബന്ധിച്ചിടത്തോളം അത് ക്ലോസ് ആവുന്നതുകൊണ്ട് തന്നെ അവർക്ക് കുറച്ചുകൂടെ ഈസിയാണ്. അവിടെ ഈ 45 ഡിഗ്രി ഒക്കെ കട്ട് ചെയ്തിട്ടാണല്ലോ ഈ സാധനം വെക്കുക. അവർ ഏറ്റവും ഫാസ്റ്റായിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്ത് പോകാനായിട്ട് നോക്കും. പക്ഷേ ഇത് ഇളക്കി നോക്കിയാൽ അറിയാൻ പറ്റും 100% ഇതിൻ്റെ അകത്ത് പൊള്ളായിരിക്കും. അവിടെ നിന്ന് ഇത് കയറാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള ഏരിയകളൊക്കെ മാക്സിമം കവർ ചെയ്ത് ഫില്ല് ചെയ്ത് കളയുക. പിന്നെ പ്രധാനപ്പെട്ട സാധനം പറയാനുള്ളത്, നമ്മുടെ അണ്ണൻ കൊതുക് തിരി വെച്ച് ഒഴിവാക്കാനും ശ്രമിക്കരുത്. എനിക്കൊന്ന് നെറ്റ് ഏക മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ക്രോക്രോച്ചിന്റെ കാര്യം പറഞ്ഞ സമയത്ത് നമ്മുടെ ബാത്റൂമിന്റെ അകത്താണ് ഇത് ഏറ്റവും കൂടുതലായിട്ട് കയറി വരിക. അത് വരാനുള്ള സാധ്യത എവിടെ നിന്നാണെന്ന് അറിയില്ലേ, നമ്മുടെ ഡ്രെയിനില്ലേ, പലപ്പോഴും നമ്മുടെ സെപ്റ്റിക് ടാങ്കുകൾക്കുള്ളിൽ ഇത് ധാരാളമായിട്ടുണ്ടാവും. ഈ പൈപ്പ് വഴി ഇത് അകത്തേക്ക് കയറും. അതിനിപ്പോൾ പലപ്പോഴും നമ്മുടെ ഈ ഡ്രെയിൻ സിസ്റ്റത്തിനകത്ത് കോക്രോച്ച് പ്രൊട്ടക്ടറുകളുണ്ട്, ഓട്ടോമാറ്റിക്. കണ്ടിട്ടില്ലേ, നിങ്ങളുടെ വീട്ടിലൊക്കെ വെച്ചിരിക്കുന്ന ലോങ് ഡ്രെയിൻ അല്ലേ, ലോങ് ഡ്രെയിൻ ആണ്. അതിന്റെ എൻഡിൽ ഈ കോക്രോച്ച് കയറത്തില്ല, ക്ലോസ്ഡ് ആണ്. അതായത് വെള്ളം പോകുന്ന സമയത്ത് മാത്രം ഇത് ഓപ്പൺ ആവും. പക്ഷെ ചെറിയൊരു റേറ്റ് വേരിയേഷൻസ് ഈ സാധനത്തിനകത്ത് വരും. അത് ശരിക്കും ആ സമയത്ത് ചെയ്തതാണ്.
അതാണ് സോഴ്സില്ല. ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് അല്ല ഇവൻ കിച്ചണിൽ ധാരാളം ഉണ്ടാവും. അവിടെ വേസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവൻ അവിടുത്തെ ഇവന്റെ രാജ്യമായിരിക്കും അവിടെ, ഭരണമായിരിക്കും അവിടെ. രാത്രിയിലൊക്കെ അവിടെ ചെന്ന് കയറുമ്പോൾ അതിനകത്തൊക്കെ ഒത്തിരി കളക്കുന്നതാണ്. അയ്യോ ആണോന്നോ. ഞാൻ പണ്ട് പാലക്കാട് താമസിച്ചിരുന്നപ്പോൾ അവിടെ വടക്കഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ ഞാൻ വീട്ടിൽ താമസിച്ചിട്ടുണ്ട്. അവിടെ ഇതുപോലെ ഇതിന്റെ ഭയങ്കര കളിയായിരുന്നു. ലാസ്റ്റ് എന്ത് ചെയ്യുന്ന അറിയോ, ഒരു ദിവസം ഞാൻ 3 ദിവസം വീട്ടിലില്ല, നേരെ കൊണ്ടുപോയിട്ട് കിച്ചണിനകത്തോട്ട് കയറി ഫുഡ് ഐറ്റംസ് എല്ലാം എടുത്തു മാറ്റി കിച്ചണിൽ നിന്ന്. എന്നിട്ട് കിച്ചണിൻ്റെ ഡോറങ്ങ് അടച്ചു, മറ്റേ ഇതങ്ങ് അടച്ചു, ഹിറ്റടിച്ച് ഇവനെ അങ്ങ് തീർത്തു. തിരിച്ച് ഞാൻ വന്നു 3 ദിവസം കഴിഞ്ഞ് വന്നപ്പോൾ കണ്ട കാഴ്ച എന്നറിയോ, ഒരു ലോഡ് പാറ്റ അവിടെ കിടക്കുക. പിന്നെ വലിയൊരു പ്രശ്നമാണ് ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ പെസ്റ്റ് കൺട്രോൾ എന്ന് പറയുമ്പോൾ തന്നെ ഈ മൂട്ട. പക്ഷെ നമ്മുടെ നാട്ടിൽ വിരളമാണ്. പണ്ടുണ്ടായിരുന്നു, എവിടെ തിയേറ്ററുകളിൽ ദേശീയ ഭക്ഷണമായിരുന്നു മൂട്ടയുടെ. നമ്മുടെ പക്ഷെ ഇപ്പോഴും റയറായിട്ട് ഈ സാധനങ്ങളെ കാണാറുണ്ട്. ഇത് കടിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ ഇരിക്കും, ഭയങ്കര ബുദ്ധിമുട്ടുള്ള സാധനം. അതേ പെട്ടെന്ന് ഇതാവും, ഗ്രോ ചെയ്യും. അതെ 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 അതെ. മൂട്ട ഇപ്പൊ അങ്ങനെ, പണ്ട് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ തിയേറ്ററുകളായിരുന്നു ഇതിന്റെ മെയിൻ സാധനം, മൂട്ടകടി കൊണ്ട് അല്ലേ. ഗൾഫിൽ ധാരാളമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പല പ്രവാസികളും വീക്കെൻഡിലൊക്കെ അവിടെ ഒരു സൈസ് കെമിക്കൽസ് കിട്ടും, അത് വെച്ചിട്ട് ഒരു റൂം ക്ലോസ് ചെയ്തിട്ട് പുറത്ത് പോയിട്ട് 2 ദിവസം കഴിഞ്ഞൊക്കെ വന്നിട്ട് താമസിക്കുന്നവരുണ്ട്. ഒരുപാട് ആളുകൾ ഈ ഒരു കേസിൽ മരണപ്പെട്ടിട്ടുണ്ട്. ഇത് വെച്ചിട്ട് അറിയാണ്ട് നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ കഴിഞ്ഞ് വരുന്ന ആൾക്കാർ ശ്രദ്ധിക്കാതെ കിടന്നിട്ട് അതെ വിഷവാതകം ശ്വസിച്ചിട്ട് മരിക്കുന്ന ഒരുപാട് സാധനമുണ്ട്. അപ്പൊ ഇതൊക്കെയാണെന്ന് തോന്നുന്നു. കഴിഞ്ഞില്ലല്ലോ ഇതിന്റെ ഏകദേശം എല്ലാം കവർ ആയി. വലിയ ഏരിയ ഇല്ല, ചെറിയൊരു അല്ല, ഇതൊരു സിമ്പിളായിട്ടൊരു സാധനം പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ വീട് ചെയ്യുന്ന ആളുകൾ നമ്മളെപ്പോഴും പറയാറ് പോലെ ഒരു കോൺട്രാക്ട് കൊടുക്കുന്ന ഒരു വർക്കിനകത്ത് ഇതൊന്നും ഇൻബിൽട്ട് ആയിരിക്കില്ല. കാര്യം ഇത്രയും തന്നെ ആ റേറ്റ് ഡിഫറൻസ് വരുന്നതുകൊണ്ട് ആരും ചെയ്യില്ല. അപ്പോൾ അത് ചെയ്യണം എന്നുണ്ടെങ്കിൽ വീട് ചെയ്യുന്ന സമയത്ത് നേരത്തെ തന്നെ നിങ്ങളുടെ ബിൽഡേഴ്സുമായിട്ട് അത് സംസാരിച്ചിട്ട് ഇത്തരം കാര്യങ്ങൾ ഇതിനകത്ത് ആഡ് ഓൺ ചെയ്യുക. അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടിയെ കൊണ്ടിട്ട് ആ സമയത്ത് ചെയ്യിക്കാവുന്നതാണ്. തേർഡ് പാർട്ടി കൊണ്ട് ചെയ്യിക്കാവുന്നേ ഉള്ളൂ. അങ്ങനെ രണ്ട് ഓപ്ഷൻ എടുക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. ഒരു ടൈലന്റ് പറയട്ടെ, പ്രാണിയെ പിടിക്കാനായിട്ടുള്ള ഒരു എളുപ്പമാർഗം പറഞ്ഞോളൂ. കിടലനായിട്ട് ഒരു ചെറിയ പേപ്പർ എടുക്കുക, ശകല എണ്ണ അതിലിങ്ങനെ തൂവുക, എന്നിട്ട് നമ്മുടെ ലൈറ്റിൻ്റെ കീഴെ കൊണ്ട് കെട്ടി തൂക്കിയിടുക. പ്രാണി ഇതിൽ വന്ന് പറ്റി പിടിച്ചിരിക്കും. മജാ സാധനം അല്ലേ. ഇപ്പം ഇറക്കിയ ടിപ്പ. ഇടയ്ക്ക് കറണ്ട് പോയപ്പോൾ മറ്റേ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ഫ്ലാഷ് ലൈറ്റ് മൊബൈലിന്റെ കൊണ്ടുവന്ന് വഴിതെറ്റിച്ച് കൊണ്ടുപോകുന്ന ഒരു സാധനം, അത് നിങ്ങളല്ലായിരുന്നു തോന്നുന്നില്ലേ നിങ്ങളുടെ പഴയ? അതെന്റെ കയ്യിലുള്ള രണ്ടാമത്തെ ഐഡിയ. ഞാൻ 101 ടിപ്സ് എന്ന് പറയുന്ന സാധനം ഇറക്കാം. അതിൽ ഒന്നാമത്തെ ടിപ്സാ പറഞ്ഞത്, സംഭവം ഒരുപാട് പരീക്ഷണം നടത്തും. 2 രീതി ചെയ്യാം. ഒന്നിങ്ങനെ നമുക്ക് ഇങ്ങനെ കെട്ടി തൂക്കി, 2 കുമ്പിള് കുത്തിയിടാം. കുമ്പിള് കുത്തിടുമ്പോൾ അതിനകത്തോട്ട് വീണു. ഈ മറ്റേ ഉജാല കലക്കി വെച്ച പട്ടി വരൂല എന്ന് പറയുന്നത് കണ്ടുപിടുത്ത ഇയാളുടെതാ. അതെ, വീട്ടിൽ പോയത് കാണുന്നത് പട്ടി പൂച്ച തേങ്ങ പട്ടി ഭയങ്കര പേടിയാണ്. പട്ടി ഭയങ്കര പേടിയാ. അപ്പൊ ഇത്ര തന്നെയൊക്കെ ഉള്ളൂ. വി ആർ സൈനിങ് ഓഫ്. ആർക്കിഫൈ ടോക്സ്. അതൊരു ബാജാ സാധനം. റീലും ആടാ.